ഡേ 3 ഇൻ ഗോവ. ഡേ 3 മാത്രമല്ല സൗത്ത് ഗോവയിലെ ലാസ്റ്റ് ഡേയും കൂടിയാണ് ഈ കാണുന്ന ബ്രിഡ്ജ് ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അടൽ സേതു ബ്രിഡ്ജ്. ഇത് ഏതാണ്ട് 8 കിലോമീറ്ററോളം വരുന്നൊരു വലിയൊരു പാലം തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ കപ്പലൊക്കെ അടിപൊളിയല്ലേ കപ്പലൊക്കെ കാണാൻ. ഇവിടെ രാത്രി ഒരുപാട് ക്രൂസ് പാർട്ടിയൊക്കെ നടത്തും. അപ്പോൾ ഈ കാണുന്ന പാലത്തിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ലൈറ്റൊക്കെ വെച്ച് അടിപൊളി വ്യൂ ആണെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും കാണാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ പോകുന്നത് രാവിലെയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് സീഷെൽ എന്ന് പറഞ്ഞ ബീച്ചിലോട്ടാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഷെല്ലുണ്ട്, അടിപൊളിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. പിന്നെ ഗോവയിൽ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകാരെ പ്രത്യേകിച്ച് നല്ലപോലെ പറ്റിക്കുന്നുണ്ട്. എന്നാൽ ഗോവയിലുള്ള ആൾക്കാരല്ല നമ്മളെ പറ്റിക്കുന്നത്. നമ്മളെ നാട്ടിലുള്ള നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരാണ് നമ്മളെ പറ്റിക്കുന്നത്. അതറിയുമ്പോൾ ഒരു സങ്കടമില്ലേ? എന്നാൽ സങ്കടപ്പെട്ടോളൂ. അങ്ങനെ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവിടെ. എന്തായാലും നിങ്ങളെല്ലാവരും പോകുന്ന ആൾക്കാരെല്ലാവരും സൂക്ഷിക്കുക. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തി. ഇതാണ് സീഷെൽ ബീച്ച്. ഇവിടെ സത്യം പറയട്ടെ ഒന്നുമില്ല. വെറും കൂറ സ്ഥലം. ഞാൻ പച്ച വെള്ളത്തിൽ പറഞ്ഞ വെറും കൂറ എന്ന് വെച്ചാൽ കൂറ സ്ഥലം. എന്താ ഇവിടെ ഉള്ളത്? ഒന്നുമില്ല. കുറേ ഷെല്ലുകൾ കിടക്കുന്നു. അല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഷെല്ലെന്ന് പറയുന്നത് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ആരുമില്ല, ആളുമില്ല, ബഹളവുമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഏരിയ. ഇത് കടലാണെന്ന് എനിക്ക് കണ്ടിട്ടുള്ളൂ തോന്നുന്നില്ല. ഒരുപാട് വേസ്റ്റൊക്കെ ആൾക്കാർ ഇടുന്നുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളും എല്ലാം ഇടുന്നുണ്ട്. ഞങ്ങളതുകൊണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലം വരെ പോയി. ദേ ഈ കാണുന്ന ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പോർച്ചുഗീസ് കോളനിയിലോട്ടാണ്. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു മലയാളിയിൽ നിന്ന് നല്ല ഒരു തേപ്പ് പണി കിട്ടിയത് ഞങ്ങൾക്ക്. ആ അങ്ങനെ അവന് കുറച്ച് കൊടുക്കാനുള്ളത് ഞങ്ങളും തിരിച്ചു കൊടുത്തു. നമ്മൾ മലയാളികളാണല്ലോ. നമ്മൾ ഞങ്ങളെ വിലയും കളഞ്ഞില്ല. അവർ തിരിച്ചു പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ഫിഷ് താലി മീൽസാണ് മേടിച്ചത്. ദേ ഇത് കാണുന്ന ഫിഷ് കറി, പിന്നെ എന്തുവാ കണവക്കറി, പിന്നെ എന്തോ ഒരു വിഴുക്ക് പുരട്ടി, പിന്നെ രസം പോലത്തെ ഒരു കറി. ഞാൻ ആദ്യം വിചാരിച്ചു മറ്റേ നമ്മുടെ പതിമുഖത്തിൻ്റെ വെള്ളമായിരിക്കുമെന്ന്. ജസ്റ്റ് നാക്കിൽ വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായി അതൊരു പുളിയും ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ മനസ്സിലായി രസമാണെന്ന്. പിന്നെ എന്താ കരുവാട് വെച്ചിട്ടേ ഉണ്ടാക്കിയ സാലഡ്, അച്ചാർ, റവയിൽ പൊരിച്ച നല്ല അടിപൊളി ഫിഷും, പിന്നെ നമ്മൾ നോർമൽ സാലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴിച്ച് നോക്കി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ രസമാണോ എന്ന്. അപ്പോൾ രസം തന്നെ. അതേപോലത്തെ ഒരു കറി. ഞാൻ എന്തായാലും അത് കഴിച്ചില്ല കേട്ടോ. ബാക്കി എല്ലാം കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഗോവയിൽ വന്ന് ഞാൻ ഗോവൻ താലി കഴിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് സൗത്ത് ഗോവയിൽ നിന്നൊന്നും കിട്ടിയില്ല. കാരണം ഞങ്ങൾ എത്തുന്ന ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് കിട്ടിയിട്ടേ ഇല്ല. എന്തായാലും ഇനി ഞങ്ങൾ നോർത്തിലോട്ട് പോകുമ്പോൾ അത് ട്രൈ ചെയ്യണം. പിന്നെ ഇനി ഞങ്ങൾ നേരെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങണം. പാക്കൊക്കെ ചെയ്യണം. കാരണം നോർത്തിലോട്ട് പോകണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.